എന്റെ അമ്മ ജോയേട്ടാ, ദേ അഭയകുമാർ. ഭർത്താവേ, 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ശവടക്കിലുണ്ടാവുള്ളൂ പറയ ഗ്രീനുവേ. വാ അഭയ, ഇരിക്കേ. വേണ്ട മുതലാളി, ഞാൻ ഇവിടെ ഒന്നുണ്ട്. നടക്കിറങ്ങിയതാവൂല്ലേ? ഇത് നമ്മുടെ ഗിരീഷ് തന്നതാ വർക്ക്ഷോപ്പിൽ നിന്ന്. വണ്ടിയുടെ പണിയുടെ എസ്റ്റിമേറ്റാ. ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുത്താ പണി തുടങ്ങാന്നാ ഡാവ് പറഞ്ഞേ. എന്റെ ഇപ്പോ നിന്റെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ അടച്ചില്ലേ ഭയ? അതുകൊണ്ട് എന്തുട്ട കാര്യം മുതലാളി, ആ വണ്ടിയിലേക്ക് ഈ തടി വേസ്റ്റ് അല്ല, എന്റെ ലൈഫ് കുട്ടിച്ചോറായില്ലേ. നീ കിടന്നിങ്ങനെ മോങ്ങല്ലേ? നീ ഒരു കാര്യം ചെയ്യപ്പോട്ട് മറ്റന്നാ വായോ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. മറ്റന്നാന്ന് പറഞ്ഞ മറ്റന്നാളല്ലേ? ഇവനിപ്പോ ഛർദിക്കോ? ജോയേട്ടൻ പറഞ്ഞതാ. എന്റെ അഭയ, നീ ഒന്ന് പോയി. അല്ല മുതലാളിയുടെ നാളേതാ? നീ ഒന്ന് പോയാ ഭയ. മറ്റന്നാ ശരിയാക്കാം, നീ ഒന്ന് ചെല്ല്. മറ്റന്നാ 10,000 രൂപ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ജോയേട്ടാ? എനിക്കൊരു ഐഡിയ ഇല്ലടാ. നമുക്ക് കേസ് കൊടുത്താലോ ജോയേട്ടാ? പാർട്ടിക്കെതിരെയോ? വേറെന്തിട്ടാ ചെയ്യാനോ? മണ്ടത്തരാവില്ലേ ജോയ്? ലൈഫിൽ എന്തെങ്കിലും ഹോപ്പ് വേണ്ടടി മനുഷ്യന്. ഞാൻ കേസ് കൊടുത്താ നീ എന്റെ കൂടെ നിൽക്കോ? മതിയായി തുടങ്ങണ്ട നിനക്കെന്നെ. എന്നാ ജോയ് ഇത് കുട്ടികളെ പോലെ? ഞാൻ കൂടുണ്ട് ജോയേട്ടാ, കാര്യൊന്നുമില്ല, എന്നാലും കൂടുണ്ട്. ആക്സിഡന്റ് കഴിഞ്ഞപ്പം ജോയേട്ടന്റെ കൂടെ നടക്കുന്നതിന് അച്ഛനും അമ്മേനെ കുറെ ചീത്ത പറഞ്ഞു. എന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ജോയേട്ടാ. ഉമ്മക്കിപ്പോ ഇത്തിരി മോശ സമയാന്നേ ഉള്ളൂ. പുണ്യാളിന്റെ അഗർബത്തീസ് നമ്മളിവിടെ ഉണ്ടാക്കും, എനിക്ക് ഷുവറാ. പാർട്ടിക്കാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിപ്പോ കേസായി. ഈ കമ്മിങ് 20-ാം തീയതി അതിന്റെ ഫസ്റ്റ് ഹിയറിങ്ങിന് കോടതി വിളിച്ചിരിക്കുന്നു. അത് കഴിയുമ്പോ ലോക്കയാവും. അതുവരെ സാറൊന്ന് ക്ഷമിക്കണട്ടാ. ഇതൊക്കെ വല്ലതും നടക്കൂ ജോയെ? ഈ പാർട്ടിക്കാരുടെ ഇരുന്ന് കോമ്പൻസേഷൻ കിട്ടിയിട്ടാ താൻ ഈ ലോൺ ക്ലോസ് ചെയ്യാൻ പോണേ? അധികമൊന്നും വേണ്ട, ഒരു 3 മാസത്തെ എക്സ്റ്റൻഷൻ സാറ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരണം. അതിനുള്ളിലൊരു തീരുമാനം ഉണ്ടായില്ല വെച്ചാ സാർ പിന്നെ എന്തുട്ടാന്ന് വെച്ചാൽ ജപ്തി ചെയ്തോളാം. നീ എന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കിയ ജോയെ? എനിക്കത് മനസ്സിലാവും, തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടേ സാറേ. നമ്മുടെ തൃശ്ശൂരുള്ളൊരു ഗടി കുറെ കാലം മുമ്പ് നമുക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് നൈറ്റ് കണ്ടുപിടിച്ചു. ഇപ്പൊ കോടിക്കണക്കിന് റുപ്യാണ് എൻ്റെ ആസ്തി. എൻ്റെ പുണ്യാളന കൃപത്തേസിനും അതുപോലത്തെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. നമ്മള് കുറെ സ്വപ്നം കണ്ടതാ. സാറ് വിചാരിച്ചാൽ നടക്കും. സാറിന് വിചാരിക്കേ. അവിടെ ഉണ്ട് സാർ ഒരു 3 മാസം. എന്താണോ ഇത്? പരിഹാരം ഉണ്ടാക്കാന്നോ? എണീക്കണോ? സാർ സിബിട്ടില്ലേട്ടാ. തുമ്പി എന്നാലും അയാളുടെ കാല് പിടിക്കണ്ടായിരുന്നു ജോയേട്ടാ. എന്നാലും 3 മാസത്തെ ടൈം കിട്ടില്ലടാ. അപ്പനെ അമ്മനെ അവരെ വാടകയ്ക്ക് കിട്ടും, പക്ഷെ ടൈം അത് വാടകയ്ക്ക് കിട്ടില്ലട്ടാ. സോ വി ഹാവ് ടു യൂസ് ദ ടൈം വൈസ്ലി. മനസ്സിലായാ? അപ്പൊ ഭയങ്കര ജോയേട്ടാ, ദേ അടുത്ത കുറിച്ച്. അയ്യോ, ഇന്ന് മറ്റന്നാളാ? അന്നത്തെ മറ്റന്നാളായിട്ട് 3 ആഴ്ചയല്ലേ ജോയേട്ടാ? അയ്യോ കണ്ടൂടാ, ഞാൻ മണീസിന്റെ ഫ്രണ്ട് ഉണ്ടാവുന്നേ വണ്ടി എടുത്തോണ്ട് വായോ. ഈ കൈ വെച്ചിട്ടാ ജോയേട്ടാ? അത് ജോയേട്ടനല്ല ഭയ. അല്ലടാ, അതാ ആളിഞ്ഞിന്. മുതലാളി, മുതലാളി, അയ്യോ അഭയകുമാറിന്, അപായകുമാറാണ്. അഭയകുമാറിന് മുതലാളി നിക്ക്. കളിക്കണ്ടേ? മുതലാളി ഓടണെങ്കിൽ നീ പോടാ. വെടിമുണ്ട പാഞ്ഞ വരും മുതലാളി. ഇവന് കാലം വെച്ച് വീട്ടിലിരുന്നൂടെ? കാല് കണ്ടീഷൻ കേട്ടോ, വലിക്കില്ലേ മുതലാളി? വണ്ടിയുടെ കാര്യത്തില് മുതലാളി പകുതി കിട്ടുട്ടാ. എനിക്കിട്ട് പണി വന്നാലാ
മുതലാളി ഇവനെങ്ങനെ കാലം വെച്ച് ഇങ്ങനെ ഓടാൻ പറ്റണേ? ഗ്ലോബലൈസേഷന്റെയും വാണിജ്യവൽക്കരണത്തിന്റെയും ഇടയിൽ ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വം മനുഷ്യജീവന് എന്തു വില കൊടുക്കുന്നുവെന്ന് തെളിയിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഈ ബീട്ടി വഴുതന ഉൽപ്പാദിപ്പിക്കാനുള്ള അതീവ രഹസ്യമായിട്ടുള്ള ഈ നീക്കം. അധികാരത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് ഈ ജനവികാരം ഭരണതലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മെ കൊണ്ടാകുന്നതൊക്കെ നമുക്ക് ചെയ്യാം. കൂടുതൽ ചെറുപ്പക്കാർ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരപന്തലിലേക്ക് ഒഴുകി വരുന്ന കാഴ്ച ഈ ജനകീയ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഈ സമരത്തിൽ പോകുന്നു RIP യുവനേതാവ് സാബു പാറത്തടത്തിലും KFC യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഉല്ലാസ് മോഹനും പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് തൃശൂർ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ ചെറിയ കൊച്ചു സമരം നാളെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നിങ്ങളോട് ഞാൻ വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജോയി താക്കോൽക്കാരനല്ലേ? അതല്ലോ. ഞാൻ KFC യൂത്ത് വിംഗ് സെക്രട്ടറി ഉല്ലാസ് മോഹൻ. ഒന്നുകൂടി വന്ന ഒരു കാര്യം പറയട്ടെ. ജോയി പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ സാബ് ഒന്നും നിങ്ങളെ തൊടില്ല. അങ്ങോരെന്താ ഇവിടെ വെറുതെ ഷോ. ഇജാതി ജനകീയ സമരങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കണ്ടേ? ജസ്റ്റ് ഫോർ നെയിം സേക്ക്. അത് പോട്ടെ. സത്യത്തിൽ ഞാൻ ജോയി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ റൂളിംഗ് പാർട്ടിയായ ഞങ്ങളെ പാർട്ടിക്കെതിരെ നടത്തിയ ഹർത്താലിനെതിരെയാണല്ലോ ജോയി കേസ് കൊടുത്തിരിക്കണേ. ഒരു തരത്തിൽ നമ്മൾ രണ്ടുപേരും സെയിം സൈഡാ. നാളെ തുടങ്ങാൻ പോണ ഈ കേസിൽ KFCയുടെ ഫുൾ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ജോയിക്ക് ഉണ്ടാവും. അത് ഭയങ്കര സന്തോഷായി. ഞങ്ങൾ ഈ ചെയ്യുന്ന ഹെൽപ്പിന് പകരമായിട്ട് ചെറിയൊരു സംഖ്യ ജോയി ഞങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. ബൈ ഇലക്ഷനാ വരണേ, അറിയാലോ. ഇത് ജയിച്ചാ പിന്നെ കോർപ്പറേഷൻ നമ്മുടെ കയ്യില. പിന്നെ നമ്മള് പറഞ്ഞത് ഇവിടുത്തെ റൂൾസ്. എത്ര പ്രതീക്ഷിക്കണേ? ഒരു 2 രൂപ. നിങ്ങൾക്കൊക്കെ അതൊരു തുകയാണ് എന്ന് വെച്ചാ ഒന്നും അറിയാത്ത പോലെ. 2 ലക്ഷം ബാഗിന് പോലും താങ്ങാൻ പറ്റില്ല. നാളെ ഫാക്ടറിയിൽ ആള് വരും, അപ്പൊ കൊടുത്താ മതി. ശരി എന്നാ ആയിക്കോട്ടെ.